ഭഗവാനും ഭക്തനുമായുള്ള ബന്ധം എപ്രകാരമാണെന്ന് രാമായണം കാട്ടിത്തരുന്നതായി സ്വാമി ശങ്കരാമൃതാനന്ദപുരി. ഭഗവാൻ ഭക്തനെ എപ്രകാരം സംരക്ഷിക്കുന്നു എന്നത് ശ്രീരാമനും വിഭീഷണനുമായുള്ള ബന്ധത്തിലൂടെ രാമായണം കാട്ടിത്തരുന്നു. ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഉത്തമ മാതൃക കൂടിയാണ് രാമായണമെന്നും സ്വാമി പറഞ്ഞു. ഒരു ഭക്തന് വേണ്ട എല്ലാ ഗുണങ്ങളും വിഭീഷണനുള്ളതായിട്ട് രാമായണത്തിൽ പറയുന്നു. അതുപോലെ അങ്ങോട്ട് അന്വേഷിച്ച് പോകുന്നു. ശിഷ്യൻ ഗുരുവിനെ അന്വേഷിച്ച് പോകണം എന്നാണ് പറയുന്നത്. എല്ലായിടത്തും ഗുരുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ രാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് അന്വേഷിച്ച് ശരണാഗതി ചെയ്യാൻ വിഭീഷണൻ ആകാശമാർഗേണ പോകുന്നതായിട്ട് രാമായണത്തിൽ പറയുന്നു. ഇങ്ങനെ ഒരു ഭക്തന് വേണ്ട എല്ലാ ഗുണങ്ങളും വിഭീഷണനുണ്ട്. ശ്രീരാമന് അനന്ത കല്യാണ ഗുണങ്ങളാണ്. 16 എന്നും 64 എന്നും രാമായണത്തിൽ വാൽമീകി അതിനെ വിസ്തരിക്കുന്നു. ആയിരക്കണക്കിന് ഗുണങ്ങളുള്ളതായിട്ട് രാമനെ വർണ്ണിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം ശരണാഗത വാത്സല്യം എന്നുള്ളതാണ്. സകൃദേവ പ്രപന്നായ തവാസ്മീതി ചേ യാചത്തെ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേ തദ്വ്രതം മമ എന്ന് ശ്രീരാമൻ പറയുന്നു. ഇതിനെ ശ്രീരാമ ചരമശ്ലോകം എന്ന് പറയുന്നു. എത്ര തെറ്റുള്ളവരാണെങ്കിലും എന്നെ ആശ്രയിച്ചാൽ ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ നിൻ്റേതാണ് എന്ന് പറയുന്ന ഭക്തനെ ഞാൻ ഒരിക്കലും കൈവിടാറില്ല. അഭയം സർവഭൂതേഭ്യ, എല്ലാ ദുർഘടങ്ങളിൽ നിന്നും ഞാൻ അവനെ രക്ഷിക്കുന്നു. ഇത് എൻ്റെ വ്രതമാണ് എന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭു അതിലെ പറയുന്നു, രാമായണത്തിൽ പറയുന്നു. എല്ലാവരും എതിർക്കുന്നു. വിഭീഷണനെ നമ്മുടെ പക്ഷത്ത് ചേർക്കാൻ പാടില്ല, രാവണൻ്റെ അനുജനാണ്, ശത്രുപക്ഷമാണ്, യുദ്ധം തുടങ്ങാൻ പോകുമ്പോഴാണ് അയാൾ നമ്മുടെ അടുത്ത് വരുന്നത്, ചാരപ്രവൃത്തി അയാൾക്ക് ചെയ്യാനിടയുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നുവെങ്കിലും ശ്രീരാമൻ ഈ കാര്യമാണ് ശ്രീരാമൻ പറയുന്നത്. ഒരു തവണ എന്നെ അഭയം പ്രാപിച്ച ആളെ ഞാൻ ഒരിക്കലും കൈവെടിയുകയില്ല. അവനെ ഞാൻ എല്ലാ ദുർഘടങ്ങളിൽ നിന്നും രക്ഷിക്കും, എല്ലാ ഭൂതങ്ങളിൽ നിന്നും രക്ഷിക്കും. ഈ സമസ്ത പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഒരു ആപത്തും അവനുണ്ടാവില്ല എന്ന് ശ്രീരാമൻ ഉറപ്പ് നൽകുന്നു. ഒരു ഭക്തന് വേണ്ട ലക്ഷണങ്ങളെല്ലാം വിഭീഷണനുണ്ട്. ഭഗവാന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനുണ്ട് എന്നുള്ളത് രാമായണത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു കാര്യമാണ്.